Next, question number 12. Two charges Q and 3Q are separated at a distance R in air. എയറിലാണ് സെപ്പറേറ്റ് ചെയ്തത് Q, 3Q. At a distance x from the charge Q, resultant electric field is 0. അപ്പോൾ ഇവിടെ Qയിൽ നിന്ന് x ഡിസ്റ്റൻസിൽ ഇലക്ട്രിക് ഫീൽഡ് 0 കിട്ടുന്നുണ്ട്. ദ വാല്യൂ ഓഫ് x ഈസ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിന് അവിടെ വെച്ചാൽ അയാൾക്ക് എങ്ങോട്ട് ഫോഴ്സ് കിട്ടും? ഇയാൾ അതിനെ അങ്ങോട്ട് തള്ളും, ഇയാൾ അതിന് ഇങ്ങോട്ട് തള്ളും. അത് രണ്ട് ഈക്വൽ ആയിരിക്കണം. അതിൻ്റെ അർത്ഥം KQ/x² K3Q/R-X² സെയിം ആവണം. വെട്ടിപ്പോവും, Qവും Q വെട്ടിപ്പോവും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? സ്ക്വയർ 1/x √3/R-x കിട്ടും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഇൻ ടേംസ് ഓഫ് ആർ ആണോ ആൻസർ വേണ്ടത്? യെസ് എക്സ് ആണ് വേണ്ടത് അല്ലേ? അപ്പോൾ R-x ഇങ്ങോട്ട്, √3x അങ്ങോട്ട്. എന്താ? R-x √3x. സോ R √3x + x. അപ്പോൾ ഇതിന് x പുറത്തെടുത്താൽ √3 + 1 × x. അപ്പോൾ x എത്രയാ? √3 + 1 താഴെ വരും, മുകളിൽ R വരും. R ഡിവൈഡഡ് ബൈ √3 + 1. R ഡിവൈഡഡ് ബൈ √3 + 1. അങ്ങനെ ആൻസർ ഉണ്ടോ? R ഡിവൈഡഡ് ബൈ √3 + 1. യെസ്, ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ.